ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാൾ ബുക്ക് ഉണ്ടാക്കണം. ഒരു ലെക്ചർ നോട്ട്ബുക്ക്. നമ്മൾ കോളേജിലൊക്കെ ലെക്ചർ ചെയ്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂട്ടായിട്ട് നോട്ട്ബുക്സ് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴയ ബുക്കത്തെ പേജസ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നടുമുറിച്ച് അങ്ങനെ 2 ബുക്കിനുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ 2 തീമിലാണ് ചെയ്യുന്നത്. ഒന്ന് ഗ്രീൻ തീമും ഒന്നൊരു ഓറഞ്ച് തീമിലും. അപ്പോൾ ഇതേപോലെ സ്റ്റാപ്ലർ കൊണ്ട് 2 ഭാഗവും 2 വശവും പിന്നടിച്ചെടുക്കണം. എന്നിട്ട് ആദ്യം ഞാൻ ഗ്രീനാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലൊരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം അതേ ഗ്രീനിൻ്റെ തന്നെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ പേപ്പർ, ഈ വീഡിയോയിൽ അത് വൈറ്റ് പേപ്പർ ആയിരുന്നു, പക്ഷേ അത് കുറച്ചൊരു ലൈറ്റ് ഗ്രീനാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ, ജേർണലിങ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ അത് ഇതേപോലെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ലുക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മളെ ബുക്ക്. എന്നിട്ട് നമ്മൾ അത് അവിടെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതും കൂടി അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ തീം ആയതുകൊണ്ട് ഗ്രീനും റെഡും കളറുള്ള തീംസിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ റാൻഡായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മിനുക്ക് പണികളും കൂടി ചെയ്താൽ നമ്മുടെ ബുക്ക് റെഡിയായി. പിന്നെ അടുത്തത് ഓറഞ്ചാണ്. ഇതും അതേപോലെ തന്നെയാണ്. ഇങ്ങനെ മുറിച്ച് കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഫ്രണ്ടിൽ ഇതേ പേപ്പറിൻ്റെ തന്നെ ലൈറ്റായിട്ടുള്ള, അതായത് ഓറഞ്ചിൻ്റെ ലൈറ്റായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നൊരു പേപ്പർ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കണം. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അത് ഇതിലില്ല. എന്തായാലും ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ മറ്റത് എങ്ങനെയാണോ ചെയ്തെടുത്തത് അതേപോലെ ഇതും ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ ഇവിടെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്താൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ഓറഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല ക്യൂട്ടായിട്ട് അസ്തറ്റിക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഗ്രീന്. പിന്നെ ഇത് രണ്ടും കൂടാതെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്, അതൊരു വിൻറ്റേജ് തീമിലാണ്. അപ്പോൾ ഇതിൽ എനിക്ക് വിൻറ്റേജാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.